എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം. നമ്മൾ 2025 മാർച്ച് മാസത്തിൽ ഉണ്ടാകുന്ന ശനി മാറ്റത്തിൻ്റെ ഫലമായി ഓരോ കൂറിലും പെട്ട നക്ഷത്രക്കാർക്കുണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും എല്ലാ കൂറുകളുടെയും ഫലങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ചാനലിൽ കയറി വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ മീനക്കൂറുകാരുടെ ശനി മാറ്റത്തിൻ്റെ ഫലമായി ഉണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. മീനക്കൂർ എന്ന് പറയുമ്പോൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 7ര ശനിയുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയം അത്ര അനുകൂലമായ സ്ഥിതിയിലൂടെ അല്ല കടന്നു പോകുന്നത് എന്ന് പറയാവുന്നതാണ്. ശനിമാറ്റം മൂലം മാർച്ച് അവസാനത്തോടു കൂടി ഉണ്ടാകുന്ന ശനിമാറ്റം മേടക്കൂറുകാരെ കുറച്ചുകൂടി പ്രതിസന്ധികളിലാക്കുന്നതാണ് എന്നുള്ളതാണ് പ്രധാനമായി വരുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ശനി മാറുന്നത് മീനം രാശിയിലേക്ക് തന്നെയാണ്. അതായത് ജന്മശനി കാലഘട്ടത്തിലൂടെയാണ് 2025 മാർച്ച് അവസാനം മുതൽ അല്ലെങ്കിൽ ഏപ്രിൽ മുതൽ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ കടന്നു പോകാൻ പോകുന്നത്. ജന്മശനി കാലം എന്ന് പറയുമ്പോൾ പൊതുവേ വളരെയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞൊരു കാലഘട്ടമായിരിക്കും. പലതരത്തിലുള്ള രോഗങ്ങൾ, ഹോസ്പിറ്റൽ വാസം, സർജറികൾ എന്നിവയ്ക്കൊക്കെ കാരണമായി തീരാവുന്നതാണ്. സാമ്പത്തികമായിട്ട് വളരെയേറെ പ്രതിസന്ധികളിൽ ചെന്ന് ചാടാനുള്ള സാധ്യത വളരെ കൂടിയ ഒരു കാലഘട്ടമാണെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. കുടുംബ ബന്ധങ്ങളിലും സൗഹൃദങ്ങൾക്കിടയിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, അതുമൂലമുണ്ടാകുന്ന ഭിന്നതകൾ, പ്രതിസന്ധികൾ എന്നിവയൊക്കെ കരുതിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യത്തിൽ പലതരത്തിലുള്ള ഉഴപ്പുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ, അതുമൂലം പ്രതീക്ഷിക്കുന്ന റിസൾട്ടുകൾ ലഭിക്കാതെ വരിക, അതുമൂലമുണ്ടാകുന്ന മാനസിക ക്ലേശങ്ങൾ, കഠിനമായി പരിശ്രമിച്ചിട്ടും ജോലി ലഭിക്കാത്തതിൻ്റെ ഫലമായി ഉദ്യോഗാർത്ഥികൾക്കുണ്ടാകാവുന്ന മാനസിക വ്യഥകൾ, ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ജോലിസ്ഥലത്തുണ്ടാകാവുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികൾ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് പേടിപ്പെടുത്താൻ വേണ്ടി പറയുന്നൊരു കാര്യമല്ല, മറിച്ച് ജന്മശനി ഏതൊക്കെ തരത്തിൽ ബാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അത് അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ കാര്യങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കി അതനുസരിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. അതുകൊണ്ട് അതിനെ നെഗറ്റീവായിട്ട് എടുക്കാതെ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി പോസിറ്റീവായിട്ട് എടുത്താൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. എല്ലാവരും നല്ലത് കേൾക്കാനായിരിക്കും എപ്പോഴും ആഗ്രഹിക്കുന്നത്, നല്ലത് വരാനുമായിരിക്കും ആഗ്രഹിക്കുന്നത്. പക്ഷേ സമയദോഷം വരുമ്പോൾ എത്ര ഉന്നതങ്ങളിൽ നിന്നിരിക്കുന്നവനും അല്ലെങ്കിൽ എത്ര ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളും വൻ വീഴ്ചകളിലേക്ക് പതിക്കുന്നതായി നമ്മൾ നിരന്തരമായി കാണുന്നതാണ്. ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഴവും കൂടുമെന്ന് പറയുന്നത് പോലെ തന്നെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളായിരിക്കും വീഴ്ചയുടെ ആഴം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്. അത് സമയമോശം വരുമ്പോൾ എല്ലാവർക്കും സംഭവിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കി അതിന് വേണ്ട പ്രതിവിധികളൊക്കെ ചെയ്തു പോകണമെന്ന് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളത്. ഈ പ്രതിസന്ധികളൊന്നും പല മീനക്കൂറുകാരെ എല്ലാവരെയും ഒരുപോലെ ബാധിക്കണമെന്നില്ല. അതിൻ്റെ കാരണം ഗ്രഹനില എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഗ്രഹനിലയിൽ ശനി അനുകൂലമായ സ്ഥിതിയിൽ നിൽക്കുന്നവർക്ക്
വളരെ വലിയ പ്രതിസന്ധികളൊന്നും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാറില്ല. എങ്കിലും ജന്മശനി കാലത്ത് ഇതുവരെ ഉണ്ടായിരുന്ന സൗഖ്യമൊന്നും ലഭിച്ചില്ലെങ്കിൽ പോലും യോഗകാരിയായ ശനിയും അഫീഷ സ്ഥാനത്ത് നിൽക്കുന്ന ശനിയും ഒന്നും വലിയ ദോഷങ്ങളൊന്നും വരുത്തുകയില്ല. അതുപോലെ നല്ല കർമ്മങ്ങൾ അനുഷ്ഠിച്ചു പോകുന്നവരെ ഒന്നും ശനി ബാധിക്കാറില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കർമ്മത്തിൻ്റെ ഫലം പൂർണ്ണമായും കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് ശനി. അതുകൊണ്ട് തന്നെ നല്ല കർമ്മഫലം ചെയ്യുന്നവർ കാര്യമായി ശനി ബാധിക്കത്തില്ല എന്ന് പറയപ്പെടുന്നുമുണ്ട്. അത് നമ്മൾ പലരുടെ അനുഭവത്തിൽ കാണുന്നുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഗ്രഹനില തന്നെയാണ്. ഗ്രഹനിലയിൽ ശനി യോഗകാരിയായി നിൽക്കുക. യോഗകാരി എന്ന് പറയുമ്പോൾ 2-3 തരത്തിൽ പറയാവുന്നതാണ്. കേന്ദ്ര ത്രികോണാധിപത്യം വഹിച്ചു നിൽക്കുന്ന ശനി യോഗകാരിയാണ്. അതുപോലെ തന്നെ പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഒന്നായ ശശമഹായോഗം ഗ്രഹനിലയിലുള്ളവർക്ക് ശനിയുടെ ദോഷവശങ്ങൾ വലുതായിട്ട് ബാധിക്കുന്നതല്ല. അതുപോലെ ലഗ്നാധിപനാണ് ശനിയെങ്കിലും ലഗ്നാധിപൻ എവിടെ നിന്നാലും ദോഷങ്ങൾ കൊടുക്കില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത്തരത്തിലൊക്കെ ഗ്രഹനിലയെ അനുകൂലമായ സ്ഥിതി ഉള്ളവർ പേടിക്കേണ്ടതില്ല. അതേസമയം ശനി ഗ്രഹനിലയെ അനിഷ്ടസ്ഥാനങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും ജന്മശനി കാലഘട്ടം ഞാൻ ഈ പറഞ്ഞതുപോലെ ഉള്ള പലവിധ പ്രതിസന്ധികളെയും ഫേസ് ചെയ്യേണ്ട ഒരു കാലഘട്ടമായിരിക്കും. അപ്പോൾ അവയെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയാൽ ഈ പ്രതിസന്ധികളെ കടന്ന് മുമ്പോട്ട് പോകുന്നതിനും ഈശ്വരാധീനം വരുത്തി പ്രശ്നങ്ങളെയൊക്കെ ലഘൂകരിക്കുന്നതിനും കഴിയുന്നതായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗ്രഹനില പരിശോധിപ്പിച്ച് തീർച്ചയായിട്ടും വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ മടിക്കാതിരിക്കേണ്ടതാണ്. അത് ചെയ്യണം തീർച്ചയായിട്ടും. അതായത് ശനിയുടെ ദോഷം ഏതാണ്ട് 70% പേരെയും ബാധിക്കാറുണ്ട്. വളരെ ഈ പറഞ്ഞ യോഗകാരിയായിട്ട് ശനി നിൽക്കുന്ന വളരെ അപൂർവം ഭാഗ്യവാന്മാർക്കും ഭാഗ്യവതികൾക്കും മാത്രമാണ് ഈ പറഞ്ഞ ജന്മശനി കാലത്തുമൊക്കെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയുന്നതായിട്ട് കണ്ടുവരുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഈ ശനി ജന്മശനി കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് പ്രധാനമായും ശനീശ്വര പ്രീതി വരുത്തുക എന്നുള്ളത് തന്നെയാണ്. ശനി നമ്മൾ വിചാരിക്കുന്നത് പോലെ വളരെ ദോഷകാരിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഏറ്റവും ഗുണം ചെയ്യുന്ന ഗ്രഹവും ശനി തന്നെയാണ്. അനുകൂല സ്ഥാനത്ത് നിന്നാൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം നൽകുന്ന ഗ്രഹവും ശനിയാണ്. അതുകൊണ്ടാണ് ശനി ദേവൻ എന്ന് നമ്മൾ പറയുന്നത്. മറ്റൊരു ഗ്രഹങ്ങളെയും നമ്മൾ അങ്ങനെ ദേവൻ എന്ന സ്ഥാനം കൊടുത്ത് വിളിക്കാറില്ല. ശനിയെ മാത്രമാണ് ശനി ദേവൻ എന്ന് വിളിക്കുന്നത്. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാരണം ശനി ഒരു അനുഗ്രഹീതനായ ഗ്രഹമാണ്. നല്ല കർമ്മങ്ങൾ ചെയ്യുകയും അഭീഷ്ട സ്ഥാനത്ത് നിൽക്കുകയൊക്കെ ചെയ്യുന്ന ശനിയുടെ കാലഘട്ടം വളരെ ഗുണകരമായിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവർക്ക് വളരെ ഗുണകരമായ ഫലങ്ങൾ ശനി നൽകുന്നതായിരിക്കും. ആ കാലഘട്ടത്തിലൊക്കെ ആയിരിക്കും പലരുടെയും വിവാഹങ്ങൾ നടക്കുന്നത്. മംഗളകരമായ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത് ഈ ശനിയുടെ കാലഘട്ടത്തിലായിരിക്കും. നേരെ മറിച്ച് ശനി അഭീഷ്ട സ്ഥാനത്തല്ല അനിഷ്ട സ്ഥാനത്താണെങ്കിൽ ജന്മശനി കാലത്ത് പ്രതിസന്ധികൾ ഒരുപാടുണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ശനീശ്വര പ്രീതി വരുത്തേണ്ട അത്യാവശ്യമാണ്. ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശാസ്താവിന് നീരാഞ്ജനം നടത്തുക, അതുപോലെ ശനീശ്വര മന്ത്രങ്ങൾ ജപിക്കുക എന്നീ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും. അപ്പോൾ ശബരിമല പോകുവാൻ കഴിയുന്നവർക്ക് ശബരിമല പോകുന്നതും ശനീശ്വരനെ കണ്ട് വഴിപാടുകൾ ചെയ്യുകയും പ്രാർത്ഥനകൾ നടത്തുകയൊക്കെ ചെയ്താൽ ശനീശ്വര പ്രീതി ലഭിക്കുകയും ഒരു പരിധിവരെയുള്ള ദോഷങ്ങളെ അകറ്റി നിർത്താൻ കഴിയുകയും ചെയ്യുന്നതായിരിക്കും. ഒപ്പം വ്യാഴവും അത്ര അനുകൂലമായ സ്ഥാനത്തിലല്ല നിൽക്കുന്നത് എന്നുള്ള കാര്യം കൂടി മീനം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യമാണ്. സർവീശ്വരകാരനായ വിഷ്ണുവിനെ അഭീഷ്ടസിദ്ധി വരുത്തുക, അതായത് വിഷ്ണു ക്ഷേത്രങ്ങളിൽ തൊഴുത് പ്രാർത്ഥിക്കുകയും നിങ്ങളെക്കൊണ്ട് കഴിയുന്ന വഴിപാടുകൾ ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയും നിങ്ങളുടെ നിലവിലുള്ള സമയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏത് ദശാകാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്, അപഹാരങ്ങൾ ചിദ്രാപഹാരങ്ങൾ വിയോഗം മനസ്സിലാക്കി അതിന് വേണ്ടുന്ന കാര്യങ്ങളും ഒക്കെ ചെയ്ത്
മുൻകൂട്ടി കാര്യങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ച് പോവുകയാണെങ്കിൽ പറയത്തക്ക പ്രതിസന്ധികളൊന്നുമില്ലാതെ തന്നെ ഈ ജന്മശനി കാലഘട്ടത്തെ അതിജീവിക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുവാനും ഈശ്വരാധീനം വരുത്തുവാനും ഒക്കെ ചെയ്ത് മുമ്പോട്ട് പോയാൽ ദോഷവശങ്ങൾ കുറഞ്ഞിരിക്കുന്നതായിരിക്കും. 25 വർഷമെന്ന് 2025 വർഷം വളരെ അനുകൂലമായിരിക്കുകയും ചെയ്യുന്നതാണ്. കർമ്മങ്ങൾ ചെയ്യാതെ അതിൻ്റെ ഫലം ലഭിക്കുകയില്ല. വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ചിരുന്നാലും അതൊക്കെ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരുന്നതായിരിക്കും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ നെഗറ്റീവ് കാര്യങ്ങളാണ് പറഞ്ഞതെന്നൊരു തോന്നൽ വേണ്ട. ഈ പറഞ്ഞ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ വേണ്ടിയും അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ജന്മശനി അനുഭവിച്ചിട്ടുള്ളവരോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോൾ കുംഭക്കൂറിലുള്ളവരോടൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും നിലവിലത്തെ സ്ഥിതി എന്താണെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് മുൻകൂട്ടി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ചെയ്യാനുള്ളതും പ്രവർത്തിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലെ പ്രയോജനപ്രദമായ വിഷയങ്ങളുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അത്തരം വിഷയങ്ങളിൽ അറിയണം താല്പര്യമുള്ളവർക്ക് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.